ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തല്ലോ. നമ്മളെല്ലാം നേരിടുന്ന ഒരു അപകടമെന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പം 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നാം ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം നമുക്കും ഉണ്ടാകേണ്ട ഒരു ഭയം ഇതുതന്നെയാണ്. കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. ഇല്ലേ, കഴിഞ്ഞ കൊല്ലം പത്രത്തിൽ ഇങ്ങനെ വായിച്ചു, ഒരു പിതാവും മാതാവും കുഞ്ഞുങ്ങളുടെ സിനിമ കാണാൻ പോയി. അപ്പം ഇടയ്ക്ക് കൊച്ചുറങ്ങിയപ്പോൾ അടുത്ത സീറ്റിൽ ഈ കൊച്ചിനെ കിടത്തി അവരെ സിനിമയിൽ ലയിച്ച് സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ പോന്നു. കൊച്ചിൻ്റെ കാര്യം മറന്നുപോയി. വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളോട് ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ കർത്താവുമായിട്ടുള്ള ആ ലളിതമായൊരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം നമ്മൾ ഇന്ന് 2-3 പാട്ട് ആദ്യം പാടിയായിരുന്നു, അല്ലേ? ആദ്യം ഏത് പാട്ടാണ് പാടിയേ? 30-ാമത്തെ പാട്ട് ഏതായിരുന്നു? നന്ദിയാൽ പാടിയിടുവോം, നന്ദിയാൽ പാടിയിടുവോം, വല്ലഭൻ യേശു നൽകിയ എല്ലാ ദാനങ്ങളോർത്ത് നിത്യം. ഇപ്പം എന്തൊക്കെ ദാനങ്ങളാണ് ദൈവം നമുക്ക് നൽകി തന്നെ? എന്തൊക്കെയാണ് നൽകി തന്നെ? നമ്മളൊക്കെ ഒരു ബുക്കും അല്ലെങ്കിൽ ഒരു കടലാസും പേനയൊക്കെ തന്നിട്ട് ദൈവം നിങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകളും ഒന്ന് എഴുതാൻ പറഞ്ഞ് നമുക്ക് എന്നാക്കെ എഴുതാനുണ്ട്? എന്തൊക്കെയാണ് ദൈവം നമുക്ക് നൽകി തന്നെ? ആദ്യത്തെ നന്മ എന്താ? അതെ, നമ്മൾ ഒരു പാട്ടി പാടാറുണ്ടല്ലോ, മോചനം, വീണ്ടും ജനനവും, നീചപാപി എന്നിൽ വസിപ്പാൻ നിൻ്റെ ആത്മാവിൻ്റെ ദാനവും ഒക്കെ നീ നൽകി തന്നു. ഒന്നാമത് നമുക്ക് തന്നത് ആരെയാണ്? പുത്രനെ തന്നെയാണ് തന്നെ, യേശുവിനെയാണ് നമുക്ക് നൽകി തന്നത്. അങ്ങനെ നമ്മൾ യേശുവായിട്ട് കണ്ടുമുട്ടലിൻ്റെ അനന്തരഫലമായിട്ടാണ് നാം വീണ്ടും ജനിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ദാനം എന്തായാലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടെ, മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുന്നതിന് അനന്തരഫലമായിട്ട് മാനസാന്തരപ്പെടുന്ന ആളെ എന്താ ചെയ്യേണ്ടേ? സ്നാനപ്പെടുത്തണം. സ്നാനപ്പെട്ട ആൾക്ക് എന്താ കിട്ടുന്നത്? പരിശുദ്ധാത്മാവ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ദാനം എന്താ? പരിശുദ്ധാത്മാവൊക്കെ കിട്ടി, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് ഇതിനെ ദൈവം നമുക്ക് നൽകി തന്നു. അത് കഴിഞ്ഞ് നമുക്ക് നൽകി തരുന്ന ദാനം എന്താ? കേൾക്കുന്നില്ല? സഭയാ. രക്ഷിക്കപ്പെടുന്നവരെ എവിടെ കൊണ്ടിടുന്നേ? അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അടുത്ത ദാനം സഭയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആ സഭയെക്കുറിച്ച് നന്ദിയുണ്ടോ? ഉണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സഭ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു കുടുംബത്തിലാണ്, ഒരു ഭവനത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവത്തിൽ ജനിക്കുന്ന സഭയാകുന്ന ഭവനത്തിൽ, ആ ഭവനത്തിൻ്റെ തണലിലാണ് ആ കുഞ്ഞിൻ്റെ എല്ലാ സുരക്ഷിതത്വവും അനുഗ്രഹങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. സഭയെക്കുറിച്ച് നമുക്ക് നന്ദിയുണ്ട്. സഭ എന്ന് പറയുമ്പം സഹോദരി സഹോദരന്മാർ നമുക്കുണ്ട്, നന്ദിയുണ്ടോ? സത്യസന്ധരായിട്ട് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കിയേ. സഹോദരി സഹോദരന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയാണോ അതോ മറ്റു എന്തെങ്കിലുമൊക്കെയാണോ തോന്നുന്നത്? പിന്നെ ദൈവം നമുക്ക് സഭയാണ് നൽകി തന്നെ.
പിന്നെ ആ സഭയ്ക്കുള്ളിലാണ് നമ്മൾ പിച്ച വെക്കുന്നതും നടക്കാൻ പഠിക്കുന്നതും വളരുന്നതും സകല ആത്മീയ നന്മകളും എവിടെയാണ് കിട്ടുന്നത്? എഫെസ്യരിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം വെളിവായി വരുന്നു. ഈ സഭയ്ക്കുള്ളിൽ നമ്മളായിരിക്കുന്ന വഴിയാണ് നമ്മുടെ ആത്മീയ വളർച്ച നമുക്ക് കിട്ടുന്നത്. സഭയിൽ എന്താ ഉള്ളത്? കൂട്ടായ്മ. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് ഇങ്ങനെ എഴുതി, നിങ്ങൾക്ക് ഞങ്ങളോട് നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാവാനായിട്ടാണ് ഞങ്ങളിതെല്ലാം അറിയിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനോടുമാണ്. അപ്പം വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് പിതാവും പുത്രനുമുള്ളൊരു കൂട്ടായ്മ ബന്ധം ആദ്യം കിട്ടുന്നത്. അങ്ങനെ ആ കൂട്ടായ്മയാണ് നമ്മളെ മറ്റുള്ളവരോടുള്ള കൂട്ടായ്മയിലേക്ക് നയിക്കുന്നത്. കർത്താവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ്, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെ സ്നേഹിക്കുന്നു. നമ്മളെ ജനിപ്പിച്ച് സ്വർഗ്ഗസ്ഥനായ പിതാവാണ്. അങ്ങനെ സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിന്ന് ജനിച്ച ഒരാൾ സ്വർഗ്ഗസ്ഥനായ പിതാവിൽ നിന്ന് ജനിച്ച മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു. സഭയിൽ അതാ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മ ബന്ധത്തിലാണ് നമ്മൾ വളരുന്നത്. കർത്താവ് തലയും നാം ഓരോരുത്തരും അവയവങ്ങളുമായിരിക്കുന്ന ഒരു ശരീരത്തിൻ്റെ അവസ്ഥ അല്ലേ? നമുക്ക് ആ സഭയിൽ നമ്മൾ എത്രയധികം സജീവമാകുന്നോ ആ അളവിലാണ്. അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരവയവത്തിന് മാനം വന്നാൽ ശരീരത്തിന് മൊത്തമാണ് മാനം വരുന്നത്. ഒരു ഭാഗത്ത് എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രമാണോ വേദനയുള്ളത്? ശരീരത്തിന് മൊത്തമാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ഒരു സഹോദരനോ സഹോദരിക്കോ എന്തെങ്കിലും ഒരു ആപത്തിലോ അപകടത്തിലോ അല്ലെങ്കിൽ ഒരു ക്ഷീണത്തിലൊക്കെയാണെന്ന് കേട്ടാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നാറുണ്ടോ? നമുക്ക് അങ്ങനത്തെ ഒരു വേദനയും എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം നമ്മൾ ഈ തലയുമായുള്ള ബന്ധത്തിൽ വർദ്ധിച്ചു വരേണ്ട ഒരു ആവശ്യമുണ്ട്. നാം ഏതളവിൽ തലയുമായിട്ടുള്ള കൂട്ടായ്മ വർദ്ധിച്ചു വരുന്നോ ആ അളവിലാണ് പരസ്പരമുള്ള നമ്മുടെ കൂട്ടായ്മയും വർദ്ധിച്ചു വരുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് കർത്താവിന് ലഭ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ മനസ്സിൽ, അതാ അപ്പോസ്തലൻ പറഞ്ഞ്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും. ഈ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നൊരു കാര്യം? അവിടെ മോളിൽ പറഞ്ഞിരിക്കുക, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യയെ ഏൽപ്പിപ്പാനാണ് നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും ജനിച്ച് സഭയിൽ വന്നതിന് ശേഷം സംഭവിക്കുന്നൊരു കാര്യം, ഈ കൂട്ടായ്മ വർദ്ധിച്ചു വരുന്നതനുസരിച്ചാണ് നമ്മുടെ ആത്മീയ സെൻസ് വർദ്ധിച്ചു വരുന്നത്. നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മീയമായിട്ട് നമ്മൾ വളരുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഇന്നലെ അത് ചിന്തിച്ചിരുന്നു. ഇന്നലെ നമ്മളെന്താ ചിന്തിച്ചേ? ഏത് വാക്യമായിരുന്നു? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഈ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ എന്ത് ചെയ്യണം? പുതുക്കം പ്രാപിക്കുന്നു. പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, കൂടുതൽ നമ്മൾ പാപത്തിൽ നിന്ന് അകലും തോറുമാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ വളരുന്നത്. അപ്പോൾ ഈ അകത്തെ മനുഷ്യൻ വളരും തോറും നമ്മൾ പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുന്നിടത്ത് ഈ അകത്തെ മനുഷ്യൻ വളരത്തില്ല. നമുക്കറിയാം, ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പം നമ്മുടെ ആത്മാവ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുക. നമുക്കറിയാം, 2 പ്രതിമകളെക്കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. 1 Corinthians 15 അധ്യായത്തിൽ 2 പ്രതിമകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം 40 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, 1 Corinthians 15:49 നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും.
രണ്ട് പ്രതിമകളെ, ഒന്ന് മണ്ണുകൊണ്ടുള്ള ആദാമിൻ്റെ പ്രതിമയും മറ്റൊന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രതിമയും. നാം എല്ലാം ആദാമിൻ്റെ പ്രതിമയുള്ളവരായിരുന്നു. ആദാമിൻ്റെ പ്രത്യേകത എന്താ? ആദാമിൽ എല്ലാവരും മരിക്കും, ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അങ്ങനെ നാം എല്ലാം ആദാമിൻ്റെ പ്രതിമ ധരിച്ചു വരുന്നവരായിരുന്നു നമ്മുടെ അന്തരാത്മാവിൽ. അവിടെയാണ് നമ്മൾ കർത്താവുമായിട്ട് കണ്ടുമുട്ടുമ്പം നമ്മൾ ആദാമ്യ പ്രതിമയോട് എന്താ ചെയ്യുന്നത്? വിട പറയുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ദൈവിക പ്രതിമയാകാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ ആദാമ്യ പ്രതിമയിൽ എന്തൊക്കെയാണ് ഉള്ളത്? നന്മ വല്ലതും ഉണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും നന്മയുണ്ടോ? നമ്മൾ ആ സത്യം കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പിന്നെ എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. 1 കൊരിന്ത്യർ റോമാലേഖനം 7 അധ്യായത്തിൽ നമ്മളതാ വായിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? നമ്മളിൽ നന്മയാണോ തിന്മയാണോ ഉള്ളത്? വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നമ്മളെന്തിന് യോഗ്യരായിരുന്നു? മരണത്തിനും പാതാളത്തിനും മാത്രം യോഗ്യര. ഒരു നന്മയില്ലാത്തത് കൊണ്ടാണ് നാം മരണത്തിനും പാതാളത്തിനും യോഗ്യരായിത്തീരുന്നത്. അവിടുന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു, ആത്മാവിൽ വീണ്ടെടുത്തു. ക്രിസ്തുവിൻ്റെ പ്രതിമയുള്ളവരായി തീരാനായിട്ടാണ് നമ്മളെ ദൈവം ആക്കി വെക്കുന്നത് നമ്മുടെ അന്തരാത്മാവിൽ. അപ്പം അതിനു മുമ്പ് നമുക്കറിയാം, നാം ആദാമ്യ ജഡത്തിലായിരുന്നപ്പം പാപം ചെയ്യാനായിട്ട് നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും പറഞ്ഞു തരണോ? ജനിച്ച് വീഴുമ്പം തൊട്ടേ ശാഠ്യം പിടിക്കാനും അനുസരണക്കേട് കാണിക്കാനും മത്സരിക്കാനും കോപിക്കാനും പരാതി പറയാനും സ്വാർത്ഥം അന്വേഷിക്കാനും ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് നമ്മളിൽ അതാണ് ഉള്ളത്. അപ്പം ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, കർത്താവിനെ കണ്ടുമുട്ടുമ്പം കർത്താവ് എന്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? നമുക്കൊരു പുതിയ മനുഷ്യനെ നൽകുക. പഴയ മനുഷ്യനാകുന്ന ആദാമ്യമായതിനെ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനെ നമ്മൾ സ്വീകരിക്കുക. അപ്പം ഈ പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? പഴയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? ഈ തിന്മ ചെയ്യാനായിട്ടൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല, അതിന് ഉള്ളിൽ അതുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വീണ്ടും ജനിച്ചു കഴിയുമ്പോഴുള്ള ഈ പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? പിടുത്തം കിട്ടുന്നില്ല, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. അപ്പം നമുക്കറിയാം, പഴയ മനുഷ്യനുള്ളത് പാപത്തിൻ്റെ സ്വഭാവങ്ങളാണ് മുഴുവൻ. അത് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തി, കോപിക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തണോ? വേണോ? നമ്മളിങ്ങനെ ശ്രമിച്ച് വിഷമിച്ചാണോ കോപിക്കുന്നത്? അതോ നാച്ചുറലായിട്ടല്ലേ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടാൽ ഉടനെ സ്വാഭാവികമായിട്ട് നമ്മളിന്ന് അതിങ്ങനെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വീണ്ടും ജനിക്കുന്നത്. അപ്പം വീണ്ടും ജനിക്കുമ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? പഴയതിനെ ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനാകുക. കുറഞ്ഞത് നമ്മളത് വായിക്കുന്നുണ്ട്. ഒരു ക്രിസ്തുവിലായാൽ ആ പുതിയ മനുഷ്യൻ്റെ പ്രത്യേകത എന്താ? ആ പുതിയ മനുഷ്യനിൽ എന്താ ഉള്ളത്? അല്ലേ, നമ്മളൊരു പുതിയ മനുഷ്യനായി തീരുമ്പോൾ നമുക്ക് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ എന്താ പകരുന്നത്? റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. റോമർ 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അങ്ങനെ പുതിയ മനുഷ്യനായി തീരുമ്പം ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരുന്നു. അല്ലേ, പുതിയ മനുഷ്യൻ്റെ മുദ്ര എന്ന് പറയുന്നത് എന്താ? സ്നേഹം. അപ്പം കോപിക്കാനായിട്ട് നമുക്കൊരു ശ്രമം നടത്തണ്ടെന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുമ്പം നമ്മൾ സ്നേഹിക്കാനായിട്ടൊരു ശ്രമം നടത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. കർത്താവ് എങ്ങനെ പറഞ്ഞത് അല്ലേ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ഒരു കാലത്ത് നമ്മുടെ ഹൃദയം നിറയെ എന്തായിരുന്നു? പാപം അല്ലേ? അങ്ങനെ വീണ്ടും ജനിച്ചു കഴിയുമ്പം നമ്മുടെ അന്തരാത്മാവിൽ ദൈവം ഒരു 1 ഒരു രൂപാന്തരം വരുത്തുന്നു. അല്ലേ, വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഹൃദയം നിറയെ എന്താ? പാപം. നമ്മുടെ ഹൃദയം നിറയെ 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 പാപം
കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, വൃക്ഷത്തോട് മുമ്പിച്ച് പറഞ്ഞു അല്ലേ, 2 തരം വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് നല്ല വൃക്ഷവും ഒന്ന് ആകാത്ത വൃക്ഷവും. നല്ല വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താ? നല്ല ഫലം കായ്ക്കുന്നു. ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷവും ഇല്ല. അതുകൊണ്ട് വൃക്ഷം കൊണ്ട് അല്ലെ, ഫലം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ തിരിച്ചറിയാമെന്നാണ് പറഞ്ഞത്. അപ്പം ഒരു കാലത്ത് നമ്മളിന്ന് വന്നത് ആകാത്ത ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തോടാണ് നമ്മൾ ഒട്ടി നിന്ന്. അവിടുന്ന് കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ക്രിസ്തു ആകുന്ന വൃക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തിൽ കൊണ്ട് ഒട്ടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കേണ്ടേ? നല്ല ഫലം കായ്ക്കണം. ഇല്ല, നമ്മൾ ഒട്ടിച്ചതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് കൊണ്ട് ഒട്ടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുറിച്ചെടുത്ത ആ വൃക്ഷം ഏതായിരുന്നു? ആദാം. ആകാത്ത ഫലം കായ്ക്കുന്ന ആദാമ്യ വൃക്ഷത്തിൽ നിന്ന് ഒടിച്ചെടുത്ത് നമ്മളെ കൊണ്ട് ക്രിസ്തുവാകുന്ന നല്ല വൃക്ഷമുദ്രവള്ളിയോട് കൊണ്ട് ഒട്ടിച്ചു. അപ്പോൾ ഒട്ടിച്ചപ്പം ദൈവം ചെയ്തൊരു പ്രവൃത്തി സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ഒട്ടിച്ചെന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം. നമ്മൾ കൃഷിക്കാരെന്നുള്ള നിലയിൽ നമ്മൾ ഇപ്പം ബഡ്ഡുമരം അല്ലേ, ഒരു കാലത്ത് നമ്മുടെ ഇവിടെയൊക്കെ നാടൻ റബ്ബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെട്ടിയാൽ 10 തുള്ളി അല്ലെ 20 തുള്ളി പാലൊക്കെ കിട്ടത്തുള്ളൂ. 300 മരം കിട്ടിയാൽ 3-4 ഷീറ്റൊക്കെ കിട്ടത്തുള്ളായിരുന്നു. അവിടെയാണ് ഈ ബഡ്ഡിങ്ങൊക്കെ കണ്ടുപിടിച്ചത്. നല്ല പാലുള്ള വൃക്ഷത്തിൻ്റെ ഒരു കണ്ണെടുത്തിട്ട് ഈ ആകാത്ത അല്ലെങ്കിൽ നാടൻ മരത്തെ കൊണ്ട് ഒട്ടിക്കുന്നു. സ്വാഭാവികമായിട്ട് ഏത് ഫലമാണ് വരുന്നത്? അത് വളർന്ന് വലുതായി കഴിയുമ്പോൾ വെട്ടുമ്പം ബഡ്ഡുമരത്തിൻ്റെ ഗുണമുള്ള നിറയെ പാലാണ് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞതുപോലെ അവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് കൊണ്ട് ക്രിസ്തു അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ഒട്ടിച്ചില്ല എന്ത് പറ്റും? ഇപ്പോൾ ഒരു നാടൻ മരത്തിൻ്റെ ഒരു കണ്ണെടുത്ത് വേറൊരു മരത്തിൽ ഒട്ടിച്ചാൽ ഏത് ഫലമേ കിട്ടത്തുള്ളൂ? നാടൻ മരത്തിൻ്റെ. നമ്മളെല്ലാം ആദാമ്യ മരത്തിൻ്റെ ഭാഗമായിരുന്നു. അവിടുന്ന് കർത്താവ് നമ്മളെ മുറിച്ചെടുത്തിട്ട് നമ്മുടെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് കൊണ്ട് ആണ് കർത്താവിൽ ഒട്ടിച്ചത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിലുള്ള ഫലം തന്നെ പുറത്തേക്ക് വരത്തുള്ളൂ. അങ്ങനെ ഒട്ടിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എവിടുന്നാണ് ഇത് വലിച്ചെടുക്കുന്ന രസം? വേരിൽ നിന്നാണ്. അപ്പം കർത്താവിൽ നിന്നുള്ള ഫലമാണ്, രസമാണ് നമ്മൾ വലിച്ചെടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കർത്താവിൻ്റെ ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ നമ്മളെ കൊണ്ട് ഒട്ടിച്ച്. അപ്പോൾ ഇനിയും നമ്മളിന്ന് എന്താ വരണ്ടേ? നല്ല ഫലം വരണം അല്ലേ? നമ്മൾ പാടാറില്ലേ, സൽഫലം കാച്ച് ഉലഞ്ഞിടട്ടെ വല്ലഭന് ഉല്ലാസമാകട്ടെ. അപ്പം നമുക്കെല്ലാം അറിയാം, നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു റബ്ബർ തൈ നമ്മൾ കൊണ്ട് കുഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു നല്ല കർഷകനാണ് മിക്കവാറും എല്ലാ ദിവസവും ഇതിൻ്റെ ചുവട്ടിൽ കൂടെ നടക്കും. അപ്പം പുള്ളി എന്താ ശ്രദ്ധിക്കുന്നത്? ഈ നല്ല ബഡ്ഡേന്നാണോ മുളയുണ്ടാകുന്നതെന്നാണ് നോക്കുന്നത്. ഇപ്പം നല്ല ബഡ്ഡേന്നൊരു മുളയുണ്ടായെന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം ചെല്ലുമ്പം ഈ പഴയ കുറ്റിയുടെ ഒരു മുളയും കണ്ടു. ആ കൃഷിക്കാരൻ എന്നാ ചെയ്യും? ഏതാ ഒടിച്ച് കളയുന്നേ? പഴയ വൃക്ഷത്തിൻ്റെ ഒടിച്ച് കളയും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇല്ലെങ്കിൽ ഏതാ ശക്തി വളരുക? പഴയതേ വളരത്തുള്ളൂ. പുതിയത് മുള വന്നെങ്കിൽ പോലും പഴയൊരു മുള വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പഴയ മുള വളരെ പെട്ടെന്ന് വളർന്നിട്ട് ഈ പുതിയ മുള എന്ത് ചെയ്യും? മുരടിച്ച് പോകും. മുരടിച്ച് ഉണങ്ങിപ്പോവും. അപ്പം നമ്മളെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാരാ? കർത്താവാണ്. അപ്പം കർത്താവ് ഒന്ന് നോക്കുമ്പം നമ്മളിൽ തന്നെ ഒരു മുള വരുന്ന കാണുന്നു. കർത്താവ് എന്തു ചെയ്യും? അതിനെ ഒടിച്ച് കളയും. അതിനെ ഒടിച്ച് കളയാൻ ശ്രമിക്കുമ്പം നമ്മളെന്താ ചെയ്യാറുള്ളത്? നമ്മൾ എതിർക്കും. ശരിയല്ലേ? നമ്മളിൽ തന്നെ വരുന്ന മുളകളെ കർത്താവ് ഒടിച്ച് കളയതിൻ്റെ കാരണം എന്താ? അത് വളർന്നു വന്നാൽ കൃഷിക്കാരന് ഉപകാരപ്രദമായൊരു ഫലം കായ്ക്കാൻ കഴിയത്തില്ല. പഴയ ഫലമാണ് കായ്ക്കുക. അതുകൊണ്ട് കർത്താവിനെ ഒടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിനോട് എതിർത്ത് നിൽക്കും. ഇപ്പം കർത്താവ് ഒടിക്കാമെന്ന് പറയുമ്പോൾ പ്രാക്ടിക്കലി കർത്താവല്ല ഒടിക്കാൻ വരുന്നത്.
ആരാ ഓടിക്കാൻ വരുന്നത്? ഒരു കുഞ്ഞിൽ നിന്ന് മുളച്ച് വരുന്ന പഴയ മുളകളെയൊക്കെ ഓടിക്കാനായിട്ട് ആരാ വരുന്നത്? സാധാരണഗതിയിൽ മാതാപിതാക്കളായിരിക്കും, അല്ലേ? അപ്പോൾ ആ കുഞ്ഞ് എന്നോട് എതിർക്കാമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഒടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൃഷിക്കാരൻ ആഗ്രഹിക്കുന്ന ഫലം കിട്ടത്തില്ല. ഇപ്പോൾ ഒരു ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭാര്യയുടെ ജീവിതത്തിൽ അങ്ങനെ മുളകളൊക്കെ ആരാ ഒടിക്കുന്നത്? ആരാ? സൗര്യന്മാരാരും മിണ്ടുന്നില്ല. ഒരു വിവാഹിതയായ സ്ത്രീ ആണെങ്കിൽ ഭർത്താവ് ഓടിക്കാൻ വരുന്നത്. അപ്പോൾ ഓടിക്കാൻ വരുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കുകയാണ്. എന്നാ ചെയ്യും? പറ്റത്തില്ല, ഇത് ഓടിക്കാൻ പറ്റത്തില്ല, അവിടെ നിന്നോട്ടെന്നൊക്കെ പറയുകയാണ്. വല്ലതും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ദൈവിക പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നൊരു കാര്യം, അപ്പോൾ നമുക്കവിടെയായി പരാജയം പറ്റുന്ന ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ നമുക്കിത് ഓടിക്കണമെന്ന് നിർബന്ധം. എന്താ നമ്മൾ ഓടിക്കാൻ നിർബന്ധം പിടിക്കാൻ കാരണം എന്താ? ഈ മുള വളർന്നു വന്ന കാര്യങ്ങളൊന്നും പന്തിയാവത്തില്ല, ശരിയാവത്തില്ല, അതുകൊണ്ടാണ് ഓടിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സഹോദരി സമ്മതിക്കത്തുമില്ല ഓടിക്കാൻ. അവിടെ എന്താ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കേണ്ടിയേ? നമുക്കവിടെ തെറ്റുന്നത്. നമ്മളിത് ഓടിച്ചേ മതിയാവുന്ന ശാഠ്യം പിടിക്കും. സഹോദരി പറയും ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? കലക്കം ഉണ്ടാവും, ഇല്ലേ? കലക്കം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഒരിക്കലും നിർബന്ധം പിടിക്കാറില്ല, അല്ലേ? മാനസാന്തരപ്പെടേണ്ട തലങ്ങൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും. പക്ഷെ നമ്മൾ മാനസാന്തരപ്പെട്ടേ അടങ്ങും, നിർബന്ധം പിടിക്കത്തില്ല. നമുക്ക് മാനസാന്തരപ്പെടാൻ മനസ്സില്ലെങ്കിൽ കർത്താവ് നമ്മളെ അങ്ങ് മാറ്റിവെക്കും. ഒരിക്കൽ സഹോദരൻ പറഞ്ഞു, പാത്രത്തോട് ഉപയോഗിച്ചാണ് പറഞ്ഞു, അങ്ങനെയുള്ള പാത്രങ്ങളെ ഷോക്കേസിൽ വെച്ചേക്കെന്ന് പറയും, കാണാനേ കൊള്ളത്തുള്ളൂ, ഒരു ഉപകാരത്തിനും കൊള്ളത്തില്ല. ഉപകാരപ്പെടുന്ന ഷോക്കേസിലിരിക്കുന്നത് ഇരുന്ന് അല്ലേ? ഷോക്കേസ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം എന്താ? ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ദൈവത്തിന് പ്രയോജനപ്രദമാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന് പറയുന്നത് ഈ ഒരു സുബോധത്തിലേക്ക് നമ്മളെ നടത്തുന്ന പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവോട് പറയും, അത് ഒടിച്ചു കളഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് നിന്നെക്കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ പറയും അതവിടെ ഇരുന്നോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ? ദൈവത്തിന് പ്രയോജനമൊന്നും വേണ്ട. അല്ലെങ്കിൽ നമുക്ക് വേണം ഇങ്ങനെ പറയാം, എൻ്റെ ഇഷ്ടത്തിന് മരിക്കാൻ ഞാൻ വിസമ്മതിക്കുന്നു. എൻ്റെ ഇഷ്ടത്തിന് മരിക്കാൻ ഞാൻ വിസമ്മതിക്കുന്നിടത്ത് എന്താ സംഭവിക്കുക? ദൈവേഷ്ടം എന്നിൽ നിറവേറത്തില്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? സ്വന്തം ഇഷ്ടം ചെയ്യാനല്ല, ദൈവേഷ്ടം ചെയ്യാനാണ്. ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹൃദയം കഠിനപ്പെടുത്തുമ്പം പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇടപെടാൻ കഴിയത്തില്ല. ഇപ്പം സഹോദരൻ മുടിയൻപുത്രൻ്റെ മടങ്ങുവരവിനെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? മുടിയൻപുത്രൻ വീട്ടിലായിരുന്നപ്പോഴത്തെ പുള്ളിയുടെ നിലപാടെന്താ? എൻ്റെ വീതം ഇങ്ങനെ തരണമെന്നാ. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? കൊടുത്തു. ഇവനതും കൊണ്ട് പോയി ദൂരദേശത്ത് പോയി എല്ലാം നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട് അവസാനം വിശക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു ധനാഢ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പന്നികളെ മേയ്ക്കുന്ന വേലയിലായിരുന്നത്. അവൻ ഉദ്ദേശിച്ചതായിരുന്നു വാളവയരെങ്കിലും, വാളവരാന്ന് പറഞ്ഞ് പന്നിക്ക് കൊടുക്കും തീറ്റി, അത് തിന്നെങ്കിലും വിശപ്പ് കിടക്കാം. പക്ഷെ അതും അവന് കിട്ടിയില്ല എന്നാണ്. അങ്ങനെ പട്ടിണി കിടക്കുമ്പോഴാണ് അവന് ബോധം വരുന്നത് അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച്. നമ്മളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ പലപ്പോഴും ഈ പട്ടിണിയിലേക്ക് നടത്തും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മീയ വരൾച്ചയിലേക്ക്. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ ആത്മീയ വരൾച്ച ചാടിയിൽ നമുക്ക് ബോധം വരത്തില്ലെന്നുള്ളതാണ്. പക്ഷേ ആ മകനെക്കുറിച്ച് പറഞ്ഞാൽ അവന് സുബോധം വന്നു. സുബോധം വന്നപ്പോൾ അവൻ എന്താ തീരുമാനിച്ചത്? അവൻ പറഞ്ഞ് തന്നോട് തന്നെ പറഞ്ഞെന്നാണ് പറഞ്ഞ്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും. ആരും നിർബന്ധിച്ചതല്ല അവനെ, ആണോ? സ്വയമായിട്ടെടുത്ത തീരുമാനം. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ചെല്ലും. എന്നിട്ട് പിതാവിനോട് എന്നാ പറയും? നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യതയൊന്നും എനിക്ക് ഇല്ല, പിന്നെ എന്നെ എങ്ങനെ ഗണിച്ചാൽ മതി? നിൻ്റെ പണിക്കാരിലൊരാളായിട്ട് ഗണിച്ചാൽ മതി. ആ മനോഭാവം കണ്ടോ? തൻ്റെ എല്ലാ അവകാശങ്ങളും ഉപേക്ഷിച്ചു. ഒന്നുമില്ലാത്ത എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങി വരുന്നത് എങ്ങനാ? അപ്പൻ എന്നാ പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. നമ്മൾ വായിക്കുന്നൊരു കാര്യം, അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കണ്ടു, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിൽ ചുംബിച്ചു. എന്തുകൊണ്ടാണ്? അവൻ്റെ മനോഗതം പിതാവ് ഗ്രഹിച്ചു. മാനസാന്തരപ്പെട്ട് അനുതപിച്ച്
ഇനി എൻ്റെ ഇഷ്ടമൊന്നും വേണ്ടപ്പാ, നിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടാണ് ഞാൻ വരുന്നതെന്നും പറഞ്ഞാൽ വരുന്നത്. അതുകൊണ്ടാണ് അപ്പം അങ്ങനത്തെ ഒരു മാനസാന്തരം ഉണ്ടാകുന്നിടത്താണ് ദൈവം നമ്മളെ അടുത്ത് പിടിക്കുന്നത്. നമ്മൾ മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുന്നിടത്ത് എൻ്റെ ഇഷ്ടം വേണമെന്ന് ശാഠ്യം പിടിക്കുകയാണല്ലോ. ഒരിക്കലും ആ പിതാവ് അവനെ ഓടിച്ചെന്ന് സ്വീകരിക്കത്തില്ലായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് നമ്മളെയും പിതാവ് സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്താ? നാം മടങ്ങി വരുന്നെന്ന് പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ഇഷ്ടം വേണമെന്നുള്ള ശാഠ്യമായിട്ടാണ് വരുന്നത്, അല്ലേ? ഇല്ല, നമ്മൾ ദൈവത്തെങ്കിലേക്ക് വരുമ്പം പലപ്പോഴും നമുക്ക് പല മനോഭാവങ്ങളുണ്ട്. നമ്മൾ നയമാനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. കുഷ്ഠരോഗിയായിരുന്നു, പക്ഷെ അവൻ പരാക്രമശാലിയായിരുന്നു നമ്മൾ വായിക്കുന്നത്. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അടിമയായിട്ട് പിടിക്കപ്പെട്ടു പോയ ഒരു ഇസ്രായേലി ബാലികയാണ് നയമാനോട് പറഞ്ഞ്. അങ്ങനെ നയമാൻ ഒത്തിരി സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ അകമ്പടിയോടെയാണ് വരുന്നത്. എന്നിട്ട് വന്നിട്ട് പ്രവാചകദാസന്മാരിൽ ഒരാൾ എന്ന് പ്രവാചകനോട് പറഞ്ഞു, ഇങ്ങനെ ഇന്നയാൾ വന്നിട്ടുണ്ട്. ഉടനെ എന്താ പ്രവാചകൻ പറഞ്ഞേ? അവനോട് പോയിട്ട് യോർദാനിൽ അല്ലേ 7 പ്രാവശ്യം മുങ്ങാൻ പറയാൻ. നയമാൻ്റെ പ്രതികരണം എന്തായിരുന്നു? നിങ്ങൾ വായിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നയമാൻ കോപിച്ച നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നയമാൻ എങ്ങനെ ആരായിട്ടാണ് വന്നേക്കുന്നത്? കുഷ്ഠരോഗിയായിട്ടല്ല വന്നേക്കുന്നത്, പിന്നെ ആരാ? ഒരു സേനാധിപതിയായിട്ടാണ് വന്നിരിക്കുന്നത്. സേനാധിപതി എങ്ങനെയാണ് സ്വീകരിക്കേണ്ടിയേ? വളരെ ബഹുമാന പുരസ്സരം തോന്നി എന്ന് യജമാനെ എന്താ വന്ന് എന്താ ചെയ്തു തരേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ സ്വീകരിക്കേണ്ടേ. പക്ഷെ ദൈവപുരുഷൻ അവൻ്റെ മുഖം കാണാൻ പോലും താല്പര്യപ്പെട്ടില്ല. അവനോട് പറഞ്ഞു, പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറയാൻ പറഞ്ഞു. പുള്ളി കോപിച്ച് തിരിച്ചു പോകുന്ന വഴി അവൻ്റെ ദാസന്മാർ പറഞ്ഞു, യജമാനെ ഈ പ്രവാചകന് വലിയ കാര്യം പറഞ്ഞാൽ നീ ചെയ്യത്തില്ലായിരുന്നു. ഇതെത്ര സിമ്പിളാണ് ഇല്ലേ? അങ്ങനെ അവസാനം പുള്ളി വഴങ്ങി പോയി മുങ്ങി. 7 പ്രാവശ്യം മുങ്ങി എഴുന്നേറ്റപ്പോൾ എന്തായി? കുഷ്ഠരോഗം മാറി ഒരു ശിശുവിൻ്റെ തൊക്ക് പോലെ. പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വിചാരിച്ചത് പ്രവാചകൻ വന്നിട്ടിങ്ങനെ കൈയൊക്കെ വീശി സൗഖ്യമാകാനായിട്ട് എന്നോട് പറയുമെന്നായിരുന്നു ഞാൻ വിചാരിച്ച്. നമ്മളും പലപ്പോഴും ദൈവത്തെങ്കിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ധാരണകളുമായിട്ടാണ് വരുന്നത്. ഒരു താഴ്മയുടെ തലത്തിലല്ല വരുന്നത്. നമ്മൾ ആരോ ആണ്, നമ്മളെ ഒരു പ്രത്യേക രീതിയിലൊക്കെ സ്വീകരിച്ചോണം. ഇല്ല നമ്മൾ എന്തു ചെയ്യും? കോപിക്കും. ഇല്ല, ചിന്തിച്ച് നോക്കിയേ. ഇപ്പം നമ്മുടെ മനോഭാവത്തിൽ ഭാര്യ നമ്മളോട് എങ്ങനെ ഇടപെടണമെന്ന് നമ്മുടെ മനോഭാവം, അല്ലേ? ഭർത്താവ് എങ്ങനെ വേണം നമ്മുടെ അടുത്തിലേക്ക് വരാൻ? നമുക്ക് ആ മുടിയമ്പുത്തൻ്റെ മനോഭാവമാണോ ഉള്ളത്? ഒരവകാശങ്ങളും ഇല്ല. എന്നാ പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ശരിക്കും ദൈവിക പ്രവൃത്തി അങ്ങനെയുള്ള താഴ്മയുള്ളൊരു തലത്ത് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തോളം ബന്ധം ചിന്തിച്ച് ദൈവം നമ്മളെ സഭയിൽ എന്തിനാണ് ഉണ്ടാക്കിയത്? ഈ സഭയ്ക്കുള്ളിലാണ് ദൈവികമായ എല്ലാ നന്മകളും കുടികൊള്ളും. ദൈവിക ജ്ഞാനമെല്ലാം ഈ സഭയ്ക്കുള്ളിലാണ് ഉള്ളത്, സഭയ്ക്ക് പുറത്തതില്ല. അപ്പോൾ സഭയ്ക്കുള്ളിൽ നമ്മൾ കേൾക്കുന്നത് ഈ ജ്ഞാനത്തെക്കുറിച്ചാണ്. താഴ്മയുടെ ജ്ഞാനം, സൗമ്യതയുടെ, കീഴടക്കത്തിൻ്റെ, അനുസരണത്തിൻ്റെ. പക്ഷെ പലപ്പോഴും നമ്മൾ ആദാമ്യ ജഡത്തിലുള്ളത് എന്താ? താഴ്മയല്ല. അവിടെ എന്താ ഉള്ളത്? നിഗളം, മത്സരം, ഉന്നതഭാവം, ശാഠ്യം. അപ്പോൾ ഓരോ പരീക്ഷകളിലും നമ്മുടെ ഉള്ളിലുള്ളത് ദൈവം നമ്മളെ കാണിക്കുന്നത്. ദൈവത്തിന് ആരെയും അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെ ആരുടെ മേലെ കൃപ പകരാനായിട്ട് കഴിയത്തുള്ളൂ. 7 ദിവസം 21 ദിവസം ഉപവാസം എടുത്താൽ കൃപ കിട്ടുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? കിട്ടുമോ? കിട്ടത്തില്ല. ദൈവകൃപ കിട്ടാനുള്ള ഏക മാനദണ്ഡം എന്താ? താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. താഴ്മയുള്ള ഒരാളുടെ ലക്ഷണം എന്താ? ചിന്തിച്ചിരിക്കുക. താഴ്മയുള്ള ഒരാളുടെ ലക്ഷണം എന്താ? അവനെ അവമാനിച്ചാൽ അവന് പരാതിയൊന്നുമില്ല, അവനെ അനുസരിക്കാതിരുന്നാലും പരാതിയില്ല. അവൻ വളരെ താഴ്മയുള്ളവനാണ്. അവൻ്റെ മനോഭാവത്തിൽ അതാ ഉള്ളത്. ഇപ്പം നമ്മളീ അനുസരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഈ കൽപ്പനകളെല്ലാം നീ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി അനുസരിക്കണം. ദൈവത്തിന് വേണ്ടിയിട്ടല്ല അനുസരിക്കുന്നത്. ഇതനുസരിക്കുന്നതിൻ്റെ അനന്തരഫലം നമുക്കാ നന്മ കിട്ടുന്നത്. ആ നന്മ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്നു. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട്, അല്ലെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താണ്? ഈ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കുക എന്നുള്ളതാണോ, അതോ മറ്റു പലതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്?
അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യം നമുക്കറിയാം. കർത്താവ് നമുക്ക് തുറന്ന വഴിയെക്കുറിച്ച് പറയുന്നത് എന്തായിരുന്നു? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ ദൈവമായിരുന്നു. അപ്പം കർത്താവ് ഇവിടുന്ന് തന്നെത്താൻ താഴ്ത്തിയപ്പോൾ എന്താ ഉപേക്ഷിച്ചേ? ദൈവത്തെ ഉപേക്ഷിച്ചില്ല. പിന്നെന്താ ഉപേക്ഷിച്ചേ? ദൈവത്തോടുള്ള സമത്വം എന്ന് പറഞ്ഞാൽ ദൈവിക അധികാരങ്ങളും അവകാശങ്ങളും വേണ്ടെന്ന് വെച്ച്. എന്നിട്ടൊരു ദാസരൂപമെടുത്ത് ജഡത്തിൽ വെളിപ്പെട്ട്. തിമോത്തിയോസ് ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. യേശുക്രിസ്തു ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് റോമർ 8 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ അത്? യേശുക്രിസ്തു ചെയ്തതിനെക്കുറിച്ച് അവിടെ റോമർ 8 അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്വന്തം ജഡത്തിൽ. നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ പാപം ചെയ്യുന്നത്? യാക്കോബസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടിയാലാകുന്നു മോഹം. എങ്ങനെ മോഹം ഗർഭം ധരിക്കുന്നത്? ജഡത്തിലുള്ള കാര്യമേ മോഹം എന്ന് പറയുന്നത്. അതെപ്പോഴാണ് ഗർഭധാരണത്തിലേക്ക് വരുന്നത്? നമുക്കറിയാം, ഒരു ഗർഭധാരണത്തിൻ്റെ പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പാപം ഗർഭം ധരിക്കണതിൽ എന്തു വേണം? ജഡവും മനസ്സും തമ്മിലുള്ള ഒരു ബന്ധം വേണം. അപ്പോൾ എപ്പോഴും സാത്താൻ ജഡത്തിലുള്ള മോഹങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിടുന്നു. നമ്മൾ സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? മോഹം ഗർഭം ധരിക്കും. മത്സരിക്കാനുള്ള മോഹം നമ്മൾ മനസ്സിൽ സ്വീകരിച്ചാൽ മത്സരോടെ ഗർഭം ധരിക്കും. അനുസരിക്കാതിരിക്കാനുള്ള മോഹം നമ്മുടെ മനസ്സിൽ സ്വീകരിച്ചാൽ അവിടെ നമ്മൾ അനുസരണക്കേടിനെ ഗർഭം ധരിക്കും. എന്നിട്ട് എന്തു ചെയ്യും? ഇത് വളർന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ചിന്താമണ്ഡലം വളരെ പ്രസക്തമാണ്. നമ്മുടെ ചിന്ത, മനസ്സ്. നമുക്ക് ഒരു പഴയ മനസ്സുകൊണ്ട് പുതിയ മനസ്സുകൊണ്ട്. പഴയ മനസ്സ് ആദാമ്യമായിരുന്നു, പുതിയ മനസ്സ് യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മളോട് പറയുന്നത്, ആ മനസ്സിൽ, പഴയ മനസ്സിൽ മുഴുവൻ എന്താ ഉണ്ടായിരുന്നത്? പാപം. പഴയ മനസ്സിൽ മുഴുവൻ എന്താ ഉണ്ടായിരുന്നത്? പാപം. പുതിയ മനസ്സിലോ? പഴയ ഹൃദയം, പുതിയ ഹൃദയം, പഴയ മനസ്സ്, പുതിയ മനസ്സ്. എബ്രാഹിമിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പുതിയ മനസ്സിൽ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ന്യായപ്രമാണം നിങ്ങളുടെ ഹൃദയങ്ങളിലും നിങ്ങളുടെ മനസ്സിലും എഴുതും എന്ന് പറഞ്ഞാൽ, ഈ പുതിയ മനസ്സ് മുഴുവൻ ദൈവത്തിൻ്റെ വചനമാണ് സ്ഥിതി ചെയ്യുന്നെങ്കിൽ ജഡത്തിലുള്ളൊരു മോഹത്തിൻ്റെ ചിന്തയുമായിട്ട് സാത്താൻ വരുമ്പം ഈ മനസ്സ് അതിനെ ഉൾക്കൊള്ളത്തില്ല, തള്ളിക്കളയും. അവിടെ ഒരു ഗർഭധാരണം നടക്കത്തില്ല. അതിൻ്റെ അനന്തരഫലം എന്ത് സംഭവിക്കും? നമ്മൾ ഈ ചാവിള്ള എന്നൊക്കെ പറഞ്ഞതുപോലെ അത് ജഡത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകും. പക്ഷേ നമ്മളത് സ്വീകരിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ദൈവവചനം പുറത്തു പോകും. പാപം നമ്മുടെ മനസ്സിൽ ഗർഭധാരണം സംഭവിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് പ്രവൃത്തിയായിട്ട് പുറത്തേക്ക് വരും. ഇപ്പോൾ സാത്താൻ ചെയ്യുന്നൊരു പ്രവൃത്തി നമ്മളെ പഴയ തലത്തിലേക്ക് മടക്കിക്കൊണ്ടു പോകാന്നുള്ള എഫേസ്യരിൽ നമ്മളത് വായിക്കുന്നുണ്ട്. മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾ ഇഷ്ടമായതിന് പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. നമ്മുടെ ചിന്തകളെല്ലാം എങ്ങനെയായിരുന്നു? പഴയ മനസ്സിലെ ചിന്തകൾ മുഴുവൻ പാപത്തിന് അനുകൂലമായിരുന്നു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നമ്മൾ പാപത്തിൻ്റെ ഒരു പരീക്ഷ വരുന്നതുകൊണ്ട് അതിനെ അങ്ങ് സ്വീകരിക്കുന്നത്. അനുസരിക്കാതിരിക്കാൻ, മത്സരിക്കാൻ, ശാഠ്യം പിടിക്കാൻ ഒക്കെ നമ്മൾ വഴങ്ങിക്കൊടുക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ പുതിയ മനസ്സിൽ ദൈവത്തിൻ്റെ വചനമാണ് സ്ഥിതി ചെയ്യുന്നത്. 1 യോഹന്നാനിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. ദൈവവചനം എവിടെ വസിക്കുന്നത്? നമ്മുടെ മനസ്സിലാണ് വസിക്കേണ്ടത്. അപ്പം ദൈവവചനം കർത്താവിനെ പരീക്ഷിക്കാൻ വന്നപ്പോഴും സാത്താൻ ഇത് തന്നെയാണ് ചെയ്തത്. ഇല്ലേ? ആദ്യം വന്നിട്ട് എന്താ പറഞ്ഞത്? കർത്താവിന് വിശന്നു, അപ്പോൾ പരീക്ഷനടുത്ത് വന്നു, ഈ കല്ലുകളോട് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കല്ല് അപ്പമാക്കി ഭക്ഷിച്ച് നിൻ്റെ വിശപ്പടക്കാം. അതിന് മറുപടി എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം നമുക്കറിയാം ശരീരം എന്തുകൊണ്ടാണ് ജീവിക്കുന്നത്? അപ്പം കൊണ്ട്. പിന്നെ വചനം കൊണ്ട് ജീവിക്കുന്ന ആരാ? മനസ്സാ. നമ്മുടെ ആന്തരിക മനുഷ്യനാണ് വചനം കൊണ്ട് ജീവിക്കുന്നത്. അടുത്ത പരീക്ഷ എന്തായിരുന്നു?
ദേവാലയത്തിൻ്റെ മുകളിൽ കയറിയിട്ട് എന്നാ പറഞ്ഞു? താഴോട്ട് ചാടിക്കോ? അതിന് വചനമുണ്ട്. ദൂതന്മാർ നിൻ്റെ കല്ല്. ശരിക്കും ആ പരീക്ഷ എന്തായിരുന്നു? ഇപ്പം നമുക്കറിയാം, ദേവാലയം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഒരു വലിയ ആൾക്കൂട്ടം ഉള്ളതാണ്. അതിൻ്റെ മുകളിൽ കയറി താഴോട്ട് ചാടി അപകടമൊന്നും പറ്റാണ്ട് നിന്നാൽ നിന്നെ എല്ലാവരും അംഗീകരിക്കും. നീ ഒരു ദൈവപുത്രനാണ് സമ്മതിക്കും. പക്ഷെ അങ്ങനെ തെളിയിക്കാനല്ലായിരുന്നു കർത്താവ് വന്നത്. കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മുകളിലോട്ട് എങ്ങനെയാണ് പോകുന്നത്? ദേവാലയത്തിന് മുകളിൽ എങ്ങനെയാണ് ചെല്ലുന്നത്? പടി കയറിയിട്ടാണ് ചെല്ലുന്നത്. അപ്പം അവിടെ നിന്ന് ഇറങ്ങേണ്ടതും എങ്ങനെ തന്നെയാണ്? ഈ പടി കൂടെ തന്നെ ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് ഈ പടിയുടെ കൂടി മുകളിൽ കയറി എടുത്ത് തന്നെ താഴ്ത്തി ചാടുന്നത്. ഞാൻ പറഞ്ഞ നമ്മളെ സാത്താൻ പലപ്പോഴും പരീക്ഷിക്കുമ്പോൾ ദൈവ വഴി വിട്ടിട്ട് ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടാണ്. അപ്പം സാത്താൻ നമ്മളെ വഞ്ചിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടിടും. നമ്മുടെ മനസ്സിലെന്താ നമ്മൾ നിറയ്ക്കേണ്ടിയേ? ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ പരീക്ഷയിലും ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് നമ്മളതിനെ ജയിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഭാര്യ ബന്ധത്തിൽ ഭാര്യമാരോട് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവരെ ബഹുമാനിപ്പീൻ, അനുസരിപ്പീൻ. സാത്താൻ കൊണ്ടിരുന്ന ചിന്ത എന്താ? അനുസരിക്കാതിരിക്കാനുള്ളതും ബഹുമാനിക്കാതിരിക്കാനുള്ളതുമായ ചിന്തകളാണ് കൊണ്ട് കൊടുക്കുന്നത്. സാത്താൻ ചോദിക്കും, ഇങ്ങനെയൊക്കെയാണോ നിൻ്റെ ഭർത്താവ് നിന്നെ ഇടപെടേണ്ടേ? ഇത് ഇങ്ങനെയൊക്കെ ഇടപെടുന്നൊരു ഭർത്താവിന് കീഴടങ്ങിയിരുന്നാൽ മതി, അല്ലാത്ത ഭർത്താവിന് കീഴടങ്ങിയതിൻ്റെ ആവശ്യം ഇല്ല. ദൈവജനം നമ്മുടെ മനസ്സിലില്ല, നമ്മളത് ശരിയാണല്ലോ നമ്മളും ചിന്തിക്കും. റോമാനത്തിൽ പറഞ്ഞിരിക്കുന്ന അവരവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നമ്മുടെ ചിന്തകളിലാണ് നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്. ശരിക്കും അവിടെ ദൈവജനം ഉണ്ടെങ്കിൽ എന്താ സാത്താനോട് പറയേണ്ടത്? നമ്മൾ സാത്താനെ ജയിക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. ദൈവജനം എന്താ പറയുന്നത്? ഭാര്യമാർ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ ആ ഒരു വചനം മനസ്സിലുണ്ടെങ്കിൽ സാത്താനെ എതിർത്ത് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ സാത്താൻ നമ്മുടെ ചിന്തകളിൽ നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പുതിയ മനസ്സിൻ്റെ പ്രത്യേകത എന്താ? ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു മനസ്സാണ്, ദൈവിക വളർച്ച പ്രാപിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. അപ്പോൾ സാത്താൻ ഇതറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളെ വഞ്ചിക്കാനായിട്ട് തെറ്റായ ചിന്തകൾ കൊണ്ടിടും. അപ്പം നമ്മൾ മുമ്പേ നടന്നത് നമുക്ക് തോന്നിയ പോലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജഡത്തിൽ നിന്ന് വരുന്ന ചിന്തകൾക്കനുസരിച്ച് ഇല്ല, ജഡത്തിനും മനസ്സിനും വികാരങ്ങൾക്കും അനുസരിച്ചാണ് നടന്നത്. ഇനി നമ്മളെങ്ങനെ നടക്കണ്ടേ? നമ്മൾ കൊലസിലേന്ത ഇങ്ങനെ വായിക്കുന്ന, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്ന പോലെ നിങ്ങളിനി നടക്കരുത്. അന്നേരം സാത്താൻ ജാതികളെ എങ്ങനെ സാത്താനാണ് നടത്തിക്കൊണ്ടിരുന്നത്, സാത്താൻ്റെ ചിന്തകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെ നടക്കരുത്. പിന്നെ നമ്മളെങ്ങനെ നടക്കണ്ടേ? ദൈവവചനം പറഞ്ഞിരിക്കുന്ന പോലെ നടക്കണ്ടേ? അപ്പോൾ നമ്മൾ ഏതിനെ ഇട കൊടുക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനത്തിനാണ് നമ്മുടെ ചിന്തയിൽ ഇട കൊടുക്കുക. വചനം എന്ത് പറയുന്നു ഇതിനെക്കുറിച്ച്? ഒരു ഭർത്താവ് എന്നുള്ളതിൽ വചനം എന്നോടെന്ത് പറയുന്നു? അല്ലെ ഭാര്യ എന്നുള്ളതിൽ വചനം എന്ത് പറയുന്നു? ഒരു ദാസൻ എന്നുള്ളതിൽ വചനം എന്ത് പറയുന്നു? ഇല്ല, ദാസന്മാരോട് വചനം എന്താ പറയുന്നത്? ദാസന്മാരെ നിങ്ങളുടെ യജമാനന്മാർക്ക് കീഴടങ്ങി അനുസരിപ്പീൻ. അടുത്തത് എന്താ? ശാന്തന്മാർക്ക് മാത്രമല്ല ഉഗ്രന്മാർക്കും കീഴടങ്ങുകയും. അപ്പം വീണ്ടും ജനിച്ച ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ഉഗ്രനായിട്ട് ഇടപെടുന്ന ഒരു യജമാനൻ്റെ മുമ്പിലാണ് പുള്ളി ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഉഗ്രമായിട്ട് ഇടപെടുന്ന, ഒരു മയവും ഇല്ലാണ്ട് ഇടപെടുന്നത്. അപ്പോൾ സാത്താൻ വന്നിട്ട് പറയും, ശരി മയമൊക്കെ കാണിക്കുകയാണെങ്കിൽ അനുസരിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഇവനെയൊക്കെ അനുസരിച്ചിട്ട് എന്നാ കാര്യം? അങ്ങനെ അനുസരിച്ചിട്ട് അല്ലേ? അങ്ങനെ ഈ ചിന്തകൾ ആ സാത്താൻ കൊണ്ടിടുന്നത്. പക്ഷേ ആ മനുഷ്യൻ്റെ മനസ്സിൽ ദൈവജനം ഉണ്ടെങ്കിലോ ഉടനെ അവൻ തിരിച്ചു ചിന്തിക്കും. ദൈവജനം എന്താ പറയുന്നത്? ശാന്തന്മാർക്ക് മാത്രമല്ല ഉഗ്രന്മാർക്കൂടെ കീഴടങ്ങിയിരിപ്പീൻ. എന്നിട്ട് എന്ത് ചെയ്യും? മനഃപൂർവ്വം കീഴടങ്ങാൻ തന്നെ അങ്ങനെ കീഴടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ഉള്ളിൽ മത്സരത്തിൻ്റെ ഒരു ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? ഇത് ഉഗ്രൻ്റെ അടുത്താണേലും വേണ്ടുകയില്ല, ശാന്തനാവിൻ്റെ അടുത്താണ് കൊണ്ടിട്ടിട്ട് ഈ മത്സരത്തിൻ്റെ ആത്മാവിൽ നമ്മളെ സ്വതന്ത്രമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷേ സാത്താൻ്റെ ഇഷ്ടം എന്താ? ഈ മത്സരത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ഒരിക്കലും സ്വതന്ത്രരാകാൻ പാടില്ല. കാരണം മത്സരത്തിൻ്റെ ആത്മാവിന് കീഴടങ്ങിയിരിക്കുമ്പോൾ നമ്മൾ സാത്താനാണ് കീഴടങ്ങിയിരിക്കുന്നത്. നമ്മളെപ്പോൾ അനുസരണത്തിൻ്റെ ഒരു തലത്തിലേക്ക് മാറുന്നോ അവിടെ സാത്താന് നമ്മുടെ മേലുള്ള പിടി നഷ്ടപ്പെടും, നമ്മൾ സ്വതന്ത്രരായിത്തീരും. കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകാനായിട്ടാണ്. അപ്പോൾ ഇതിനുവേണ്ടി സാത്താൻ നമ്മുടെ വൈകാരിക തലത്തിൽ, നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകളിൽ വികാരത്തിൻ്റെ ചിന്തകളൊക്കെ ഉണർത്തിയിട്ട് അവിടെ തന്നെ നിൽക്കാൻ നമ്മളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ദൈവിക ജ്ഞാനമുള്ളൊരു വ്യക്തി ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യും? സാത്താനോട്
എതിർത്ത് നിൽക്കും. സാത്താനോട് എങ്ങനെ എതിർത്ത് നിൽക്കും? നമ്മളോട് പറയുന്നുണ്ട്, സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഇവിടെ ഇരിക്കുന്നതിൽ ആരെയും ആശരികമായിട്ട് സാത്താനോട് എതിർത്തിട്ടുണ്ടോ? ഉണ്ടോ ആശരികമായിട്ട്? ഇല്ല. നമ്മൾ സാത്താനെ കണ്ടിട്ടില്ല. നമ്മളങ്ങനെ സാത്താൻ്റെ ഇതൊന്നും അറിഞ്ഞിട്ടുമില്ല. ഇത് ആത്മീയ അർത്ഥത്തിൽ സാത്താൻ നമ്മളിത് അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നിഷേധിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ല, അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മൾ സാത്താനോട് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ ആദ്യം സാത്താൻ ഇതും കൊണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തകൾ അതങ്ങ് സ്വീകരിച്ചെന്ന് വിചാരിക്കുക. അവൻ്റെ ചിന്തകൾ നമ്മൾ സ്വീകരിച്ചു, എന്താ സംഭവിക്കുക? നമ്മൾ ദൈവത്തിന് ശത്രുവായിത്തീരും. എപ്പോൾ നമ്മൾ സാത്താൻ്റെ ചിന്തകൾക്ക് ഇട കൊടുക്കുന്നോ, അതിനെ നമ്മൾ വിധേയപ്പെടുന്നോ, അവിടെ നമ്മൾ ആരുടെ ശത്രുവായി? ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നു. ഈ ലോകത്തിൻ്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാണ്. അപ്പോൾ നമ്മുടെ ചിന്തകളിൽ ദൈവജനത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ഇടകൊടുക്കുകയും അങ്ങനെ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ സാത്താനുമായിട്ടുള്ളൊരു, ഇവിടെ നമ്മൾ 2 Corinthians 11 വായിച്ച്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി. വഷളാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപത്തിലേക്ക് തിരിച്ചു പോകുക എന്നർത്ഥം. അപ്പം നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം കർത്താവിൻ്റെ ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണം എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മൾ പാപികളെന്നുള്ള നിലയിൽ നമ്മുടെ സത്യം എന്താ വെച്ചാൽ നമ്മൾ മുഴുവൻ പാപമാണെന്നുള്ളതാണ്. അവിടുന്ന് ആത്മാവിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. ഈ ആത്മാവിൽ പോലും എന്തുണ്ട്? കൺമേഷങ്ങളുണ്ട്. ദൈവാത്മാവിലല്ല, മനുഷ്യാത്മാവിൽ കൺമേഷങ്ങളുണ്ട്. ഇപ്പം നമ്മളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ നമുക്ക് ഒത്തിരിയേറെ തകരാറുള്ളവരാണ്. നമ്മുടെ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടുകളിലും മനോഭാവങ്ങളിലും ദർശനങ്ങളിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ്. അതിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയെന്ന് പറയുന്നത് ചോദ്യം ചെയ്യാതെ ദൈവജനത്തിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. ഇപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത്. എങ്ങനെ മനസ്സ് പുതുക്കുന്നത്? ദൈവജനത്തോട് യോജിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നത്. റോമർ 12 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമായി. ആ യാഗമെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അനുസരണമെന്ന യാഗമാണ്. അനുസരണമെന്ന യാഗമാണ് എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പനയെ അനുസരിക്കുന്നൊരു യാഗമാണ് അത്. അങ്ങനെ നമ്മുടെ അവയവങ്ങളെ നമ്മൾ അനുസരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിന് പുതുക്കം വരും. അപ്പോൾ ഇത് തന്നെ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കീഴടങ്ങിയിരിപ്പീൻ, അനുസരിപ്പീൻ. വരുമരായികൾ നോക്കാതെ മനഃപൂർവ്വം സ്വയമായിട്ട് അതിനങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? മനസ്സിന് പുതുക്കം വരും. അടുത്ത സ്റ്റെപ്പ് ദൈവം കാണിച്ചു തരും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുമ്പം നമ്മുടെ ആത്മീയ കണ്ണുകൾ വീണ്ടും അന്ധമാകുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് നമ്മളെ നയിക്കാൻ കഴിയാതെ വരും, അല്ലേ? ആ ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനാണ് അത് എഴുതിയിരിക്കുന്നത്, അല്ലേ? സൗകര്യമായിട്ട് പറയുന്നത്, നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതല്ല, അകമേ ഉള്ളതാണ്, അല്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഒന്നിച്ചു കൂടുകയും ചിന്തിച്ചു. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. അങ്ങനെ നമ്മൾ പാടുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ? നമ്മൾ വെറുതെ അങ്ങ് പാടുക. യേശുവിൻ്റെ സൗന്ദര്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പം നമ്മളെല്ലാം വീണ്ടും ജനിച്ചവരും മിക്കവാറും പേരും വീണ്ടും ജനിച്ചവരും ദൈവമക്കളുമാണ്. നമ്മൾ കർത്താവിൻ്റെ എന്ത് സൗന്ദര്യം കണ്ടിട്ടാണ് കർത്താവിൻ്റെ പിന്നാലെ പോകാനായിട്ട് തീരുമാനിച്ച്? ഈ സൗന്ദര്യം കണ്ടേ? സ്നേഹം, ആ ക്രൂശിലെ സ്നേഹം. കർത്താവിൻ്റെ സൗന്ദര്യം പ്രാഥമികമായിട്ട് നമ്മൾ ദർശിക്കുന്ന എവിടെയാണ്? സ്നേഹത്തിൻ്റെ സൗന്ദര്യമാണ്. പിന്നെ കരുണ, ദീർഘക്ഷമ, ദയ, ഇതൊക്കെ അതൊക്കെ കണ്ടിട്ടാണ് നമുക്ക് കർത്താവിനോട് സ്നേഹം തോന്നുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒത്തിരി ചിന്തിച്ചു, പ്രത്യേകിച്ച് പെന്തക്കോസ്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഈ സഹോദരിമാരുടെ സാക്ഷ്യം കേട്ടാൽ, അയ്യോ എൻ്റെ കർത്താവിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കിത് തിരിയുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അവരുടെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ സ്ത്രീകളെന്നുള്ള നിലയിൽ അവർക്ക് കുറേ കൂടെ അത് ഗ്രഹിക്കാൻ കഴിയുമായിരിക്കും. പലപ്പോഴും നമ്മളിത് പാട്ടൊക്കെ പാടുന്നത് വെറുതെ അങ്ങ് പാടുക. നമ്മൾ കണ്ടിട്ടുണ്ടോ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആ സൗന്ദര്യം? അവിടെ ആ പാട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളത് ഉത്തമഗീതത്തിൽ വായിക്കുന്നുണ്ട്, എൻ്റെ പ്രിയൻ 10,000 പേരിലും അതിസുന്ദരൻ. ഏതാ സൗന്ദര്യം? ആന്തരിക സൗന്ദര്യം, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കരുണയുടെ, ദയയുടെ. ആ സൗന്ദര്യം കാണുന്നവർ പിന്നെ കർത്താവിനെ വിട്ട് എങ്ങും പോകത്തില്ല.
പക്ഷെ നമ്മളിത് വെറുതെ പാടുന്നതുകൊണ്ട് ഇല്ലേ, അത് നമ്മളെ ആകർഷിക്കുന്നുണ്ടോ? ആ സൗന്ദര്യം, ദയയുടെ സൗന്ദര്യം, സ്നേഹത്തിൻ്റെ സൗന്ദര്യം. എന്നിട്ട് സഹോദരിമാരോട് പറയുന്നു, നിങ്ങളുടെ സൗന്ദര്യം പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള ഹൃദയത്തിൻ്റെ, മനസ്സെന്ന ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ. പണ്ടുണ്ടായിരുന്ന വിശുദ്ധ സ്ത്രീകളിൽ ആ സൗന്ദര്യം ഉണ്ടായിരുന്നതെന്ന് നമ്മൾ വായിക്കുന്നത്. പുറമേ ഉള്ള അല്ലേ, പക്ഷെ നമ്മൾ ആ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മൾ വല്ലതും ചെയ്യാറുണ്ടോ? പുറമേ ഉള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണോ? ആണല്ലോ. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുക? കണ്ണാടി മുമ്പിൽ നിന്ന് പല പ്രാവശ്യം നോക്കി അവസാനം പൗഡറൊക്കെ തേച്ച് ഇല്ലേ, എന്തൊക്കെ ചെയ്താണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. എന്താ ഉദ്ദേശം? നമ്മൾ സൗന്ദര്യമുള്ളവരാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ടാണ്. പക്ഷേ ആന്തരിക സൗന്ദര്യത്തിൻ്റെ കാര്യം വരുമ്പോഴോ, ആന്തരിക സൗന്ദര്യം എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? താഴ്മയിൽ, അനുസരണത്തിൽ, കീഴടങ്ങുന്ന മനോഭാവത്തിലൊക്കെ ഇരിക്കുന്നത്. ദൈവഭക്തരായ സ്ത്രീകളുടെ സൗന്ദര്യം അതാണ്. അപ്പോൾ നമ്മൾ പുറമേയുള്ള സൗന്ദര്യം കൂട്ടാനായിട്ട് ഒത്തിരി ശ്രമിക്കില്ലേ. എനിക്ക് വന്ന് ഏഷ്യാവിലാണെന്ന് തോന്നുന്നു, ഈ സിയോൻ പുത്രിമാർ തത്തി നടക്കുന്നതും ഹൈ ഹീലുള്ള ചെരുപ്പിടുന്നതും ഈ സഞ്ചി, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുറമേയുള്ള സൗന്ദര്യം നമ്മൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കുന്നു. ആന്തരിക സൗന്ദര്യത്തിൻ്റെ കാര്യം വരുമ്പോഴോ, പൗഡറൊക്കെ തേച്ച് മുഖമൊക്കെ എല്ലാം മിനുക്കുന്നു. പക്ഷെ താഴ്മയുടെ കാര്യം വരുമ്പോൾ, അനുസരണത്തിൻ്റെ കാര്യം വരുമ്പോഴോ നമുക്കൊരു ചിന്തയില്ല. യഥാർത്ഥ സൗന്ദര്യം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ദൈവസഭയ്ക്കുള്ളിലുള്ള ഒരു സഹോദരിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതല്ല. പുറമേ ഉള്ള സൗന്ദര്യം ദൈവം കൊടുക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ദൈവം തന്ന സൗന്ദര്യം കൂടുതലുണ്ടെന്ന് കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സൗന്ദര്യം ആന്തരിക സൗന്ദര്യമാണ് അല്ലേ. ഒരു താഴ്മയുള്ള, സൗമ്യതയുള്ള, കീഴടങ്ങുന്ന, പരാതികളൊന്നും ഇല്ലാത്ത. ഞങ്ങളുടെ അവിടെയുള്ളൊരു അമ്മച്ചി ഞാൻ എപ്പോഴും ഓർക്കും. ഏതാണ്ട് 100 വയസ്സ് അടുത്തുള്ളപ്പോഴാണ് മരിച്ച്. വളരെ സമ്പന്നയായ ഒരു കുടുംബത്തിലെ ഈ അരയ കുടുംബത്തിൽപ്പെട്ടായിരുന്നു. അവിടുത്തെ രാജാവിൻ്റെ മോളായിരുന്നു. അവർ CSIക്കാരായിരുന്നു. ഏതാണ്ട് 17 വയസ്സ് വരെ തളർന്നു കിടന്ന ഒരു അമ്മച്ചിയാണ്. അവസാനം ഒരു ഉപദേശിച്ച് നിന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് നടന്നു. ഇവിടെ വന്നപ്പോഴും എനിക്ക് തോന്നുന്നൊരു 10-35 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയായിരുന്നു. മക്കളൊക്കെ ആ നിലയിലായിരുന്നു. ഈ അമ്മച്ചിക്ക് ആകെ 2 ജോഡി ഡ്രസ്സേ ഉള്ളൂ. ഒന്നിട്ടിരിക്കും, മറ്റേ അലക്കിയിട്ടിട്ടുണ്ടാവും. മേടിക്കാൻ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഭൗതിക കാര്യങ്ങളെക്കുറിച്ച്. അവസാനം ഈ മനുഷ്യൻ കുടിച്ച് നശിപ്പിച്ച് ഒത്തിരി ഇല്ലാണ്ടാക്കി. പക്ഷെ പുള്ളിക്കാരി പറയുന്ന ഒരു പരാതിയും, ഭർത്താവിനെക്കുറിച്ച് പറയുന്ന ഏക പരാതി, കർത്താവിനെ അറിയാൻ പറ്റിയില്ല. ഈ കുടിക്കുന്നതിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും പുള്ളിക്കാരി ഒരു പരാതിയും പറയാറില്ല. നശിപ്പിക്കുന്നതിനെക്കുറിച്ചും പരാതി പറയാറില്ല. ആകെയുള്ള പരാതി കർത്താവിനെ അറിയാനായിട്ട് ഇടയായില്ലല്ലോ എന്നുള്ളൊരു പരാതിയാണ്. പക്ഷെ നമ്മുടെയൊക്കെ സൗകര്യമാരാണല്ലോ. അല്ലേ, നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കിക്കുക. നമ്മളെവിടെ നിൽക്കുന്നു എന്ന് ശോധന ചെയ്ത് നോക്കിക്കുക. നമ്മുടെ പരാതി ഭൗതിക കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ആർക്കെങ്കിലും പരാതിയുണ്ടോ? ഉണ്ടോ? അല്ലേ, ഭൗതികമായിട്ട് ഇച്ചിരി കുറവാണെങ്കിൽ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം കുറേ കൂടെ സമ്പാദിക്കാനായിട്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ആത്മീയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വരുമ്പോഴോ എനിക്ക് കീഴടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല, താഴാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല, ബഹുമാനിക്കാൻ കഴിയുന്നില്ല, ആദരിക്കാൻ കഴിയുന്നില്ല. അതാണ് ആന്തരിക സൗന്ദര്യം. അതില്ലാതിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ശ്രമമുണ്ടോ? നമ്മൾ ബാഹ്യ സൗന്ദര്യം കൂട്ടാൻ ശ്രമിക്കുന്ന പോലെ ഈ ആന്തരിക സൗന്ദര്യം കൂട്ടാനായിട്ട് എന്താ, അതിന് നമ്മുടെ കൃത്രിമ മാർഗങ്ങളൊന്നുമില്ല അല്ലേ. ബാഹ്യ സൗന്ദര്യം കൂട്ടാനായിട്ട് ഇപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ സ്പ്രേയും കൂടെ അടിക്കും മറ്റുള്ളവർക്ക് നല്ല മണമൊക്കെ കിട്ടാനായിട്ട്. ആത്മീയ അർത്ഥത്തിലോ ഇപ്പോൾ ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത് താഴ്മയിൽ ജീവിക്കുന്നതിലാണ്. അത് കൂട്ടാൻ എന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ, തന്നെത്താൻ താഴ്ത്തുക എന്നുള്ളതാണ്. ഇല്ല, അനുസരണം എന്നുള്ളതാണ് ആത്മീയ സൗന്ദര്യം. അത് കൂട്ടാൻ ഏക വഴിയേ ഉള്ളൂ, മനഃപൂർവ്വം അനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പം എന്താ സംഭവിക്കുക? അവിടെ കുറഞ്ഞത് നമ്മൾ വായിക്കുന്നത് പുറമേ ഉള്ളവൻ ക്ഷയിക്കും. ഈ പുറമേ ഉള്ളവൻ എങ്ങനെ ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമുക്കെന്താ മനസ്സിലായി? നമ്മൾ പലപ്പോഴും പുറമേ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പുറമേ ഉള്ളത് എന്താ ശരിക്കും? നമ്മളനുസരിക്കുമ്പോൾ മത്സരം ക്ഷയിക്കും, ശാഠ്യം ക്ഷയിക്കും, ഇല്ലേ,
പോരാട്ടമൊക്കെ നിലയ്ക്കാൻ തുടങ്ങും. മറ്റേ നമ്മൾ 24 മണിക്കൂറും പോരാടിക്കൊണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ താഴ്മയുടെ വഴിയിലേക്ക് പോകുമ്പം ആ പുറമേയുള്ള മത്സരവും ശാഠ്യവും കയ്പും വെറുപ്പും പകയൊക്കെ കുറയാനായിട്ട് തുടങ്ങും. അകമേയുള്ളവൻ നാൾക്ക് നാൾ, അത് പ്രധാനപ്പെട്ടൊരു പദപ്രയോഗമാണ്, ഡെയിലി, ദിവസം തോറും അനുസരണം കൂടിക്കൊണ്ടിരിക്കുന്നു, മത്സരം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം കൂടിക്കൊണ്ടിരിക്കുന്നു, പരാതി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവസാനം എന്താ സംഭവിക്കുന്നത്? അതേ പ്രതിമയായി കർത്താവിൻ്റെ അതേ സ്വരൂപമുള്ളവരായിട്ട് തീരും. നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അവിടെ സാത്താൻ വഞ്ചിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ തെറ്റായ ചിന്തകൾ കൊണ്ട് തന്നിട്ടാണ്, ഇല്ലേ? എന്നെല്ലാം അങ്ങനെ ചെയ്തേ. ദൈവകൽപ്പനയെ ലംഘിക്കാനുള്ള പ്രേരണയാണ് അവിടുത്തെ. ദൈവം പറഞ്ഞു തിന്നരുത്, സാത്താൻ പറഞ്ഞു തിന്നോ മരിക്കത്തില്ല. അവിടെ ഒരു പ്രതപയമുണ്ട്, മരിക്കുകയില്ല, നിശ്ചയം, ഉറപ്പാണ് കൊടുക്കുന്നത്. നീ മത്സരിച്ചോ ഒരു കുഴപ്പവും പറ്റത്തില്ല, നീ പരാതി പറഞ്ഞോ ഒരു കുഴപ്പവും പറ്റില്ല. വചനം എന്താ പറയുന്നത്? മത്സരിക്കരുത്, പരാതി പറയരുത്. നമ്മൾ പുതിയ 2 ഭാഗത്ത് ആ കാര്യം എടുത്തെഴുതിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ നാശത്തോടുള്ള ബന്ധത്തിൽ മത്സരവും പിറുപിറുപ്പും പരാതിയും, ഇല്ലേ? ഇതിലേതാ നമ്മൾ സ്വീകരിക്കുന്നത്? ഇപ്പോൾ സർപ്പം ഉപായത്താലാണ് ചതിച്ചെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ തന്നെയാണ് ചതിക്കുന്നത്. നമ്മളോട് നമ്മുടെ ചിന്തകളിൽ നമ്മളെ വ്യർത്ഥരാക്കിയിട്ട്, നമ്മുടെ ചിന്താമണ്ഡലത്തെ തകിടം മറിച്ചിട്ട്, ദൈവകൽപ്പനയ്ക്ക് ഇടയില്ലാതാക്കിയിട്ട് അവൻ്റെ ആലോചന നമ്മുടെ മനസ്സിലിട്ട് തരും. നീ കീഴടങ്ങരുത്, അനുസരിക്കരുത്, മത്സരിച്ചു, പരാതി പറഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല. അതിൻ്റെ അനന്തരഫലം എന്താണെന്നറിയോ? നമ്മൾ അതേ പ്രതിമയാവും, സാത്താൻ്റെ അതേ പ്രതിമ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മത്സരത്തിൽ നല്ല PhD എടുത്ത തലത്തിലേക്ക് നമ്മൾ വരും. നമ്മുടെ ഈ കർത്താവിൻ്റെ സ്വരൂപത്തോട് ഇടപെടുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം നമ്മുടെ ഉള്ളിൽ മാത്രമല്ല മാറ്റം വരുന്നത്, പിന്നെ എവിടെയാണ്? നമ്മുടെ പുറമേ മാറ്റം വരും. കർത്താവിനോട് നമ്മൾ മത്സരിക്കുമ്പോൾ, അനുസരിക്കാതിരിക്കുമ്പോഴോ ഉള്ളിലും മാറ്റം വരും. പുറമേ വരുന്ന മാറ്റം എന്താ? നമ്മുടെ കണ്ണുകളിലെ നിഷ്കളങ്കത്വം എന്നൊക്കെ നഷ്ടപ്പെടും. കണ്ണുകളിൽ ക്രൂരത കാണാനായിട്ട് തുടങ്ങും. മോഹം, വെറുപ്പ്, ഇല്ലേ? ആ നിലയിൽ നമ്മൾ മാറുന്ന കാണാനായിട്ട് കഴിയും. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. സാത്താൻ പറയും ഒരു കുഴപ്പവും ഇല്ല, നീ ഉഷാറായിട്ട് വളരുന്നുണ്ട്, അങ്ങനെ തന്നെ തുടർന്നോണമെന്ന് പറയും. ഇങ്ങനെ സാത്താൻ നമ്മളെ വഞ്ചിക്കും. നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കിയേ. ദൈവദിനത്തിനാണോ നമ്മുടെ ഹൃദയത്തിൽ ഇടയുള്ളത്, അതോ നമ്മുടെ ചിന്തകൾക്കാണോ? അപ്പം നമ്മൾ ദൈവദിനത്തിന് കീഴടങ്ങാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്നലെ നമ്മൾ ചിന്തിച്ചായിരുന്നു, ഒരു സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം വായിച്ചായിരുന്നു. നമ്മളൊന്നും ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാറില്ല. എത്ര സങ്കീർത്തനത്തിലാണെന്ന് പറയാമോ? ഇന്നലെ ബൈബിൾ സ്റ്റഡിയിൽ എത്ര സങ്കീർത്തനത്തിലൊരു വാക്യം വായിച്ചേ? ആർക്കെങ്കിലും പറയാമോ? ഇന്നലത്തെ ബൈബിൾ സ്റ്റഡിയിൽ സങ്കീർത്തനത്തിൽ നമ്മളൊരു വാക്യം വായിച്ചായിരുന്നു. ദൈവവചനം അനുസരിക്കാതിരിക്കുന്നവർക്ക് സംഭവിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് നമ്മളൊരു വാക്യം വായിച്ചു ഇല്ല. നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് ഇരിക്കുമ്പോൾ വേദോസം എടുക്കുകയും ആ ഭാഗങ്ങളൊക്കെ നോക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. 81 സങ്കീർത്തനം, 81 സങ്കീർത്തനത്തിൽ നമ്മളത് വായിച്ചത്. സങ്കീർത്തനത്തിൻ്റെ 11-12 വാക്യങ്ങളായിരുന്നു. 81-ന്റെ 11-12. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. ഈ വചനം അനുസരിക്കാതെ, കീഴടങ്ങാൻ പറഞ്ഞിടത്ത് കീഴടങ്ങാതെ, അനുസരിക്കാൻ പറഞ്ഞിടത്ത് അനുസരിക്കാതെ, അതിനോട് നമ്മൾ മത്സരിക്കുമ്പോൾ ദൈവം എന്തു ചെയ്യും? നമ്മുടെ ഹൃദയത്തെ കഠിനം. അടുത്ത വാക്യം അതാ പറഞ്ഞിരിക്കുന്നത്, 12-ാം വാക്യം. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവർ അവരെ ഹൃദയകാഠിന്യത്തിന്. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ നടക്കുന്നത്? നമ്മുടെ ഈ വ്യർത്ഥ ചിന്തകൾക്കനുസരിച്ചാണ് നടക്കുന്നത്. ഹൃദയം തകർന്നിരിക്കുമ്പോൾ നമ്മളെങ്ങനെ നടക്കുന്നത്? ദൈവ വചനം പറയുന്ന പോലെ നടക്കുന്നത്. അപ്പം ദൈവം തന്നെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? നമുക്ക് യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ പറ്റാണ്ട് വരും. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ദൈവവചനം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാണ്ട് വരും. നമ്മൾ പാപത്തിൽ, അല്ലേ? തീമോഥെയോസിൽ അത് പറയുന്നുണ്ട്, അവർ മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. മത്സരത്തിൽ
ശാഠ്യത്തിൽ, കയ്പിൽ, വെറുപ്പിൽ, കീഴടങ്ങാത്ത മനോഭാവത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരും. പക്ഷെ നമ്മൾ ദൈവത്തിന് വിധേയപ്പെടുകയാണല്ലോ, അതിനെതിരായൊരു പ്രോസസ്സാണ് ഉണ്ടാകുന്നത്. നമ്മൾ കൂടുതൽ താഴും, കൂടുതൽ അനുസരിക്കും, കൂടുതൽ കീഴടങ്ങും, കൂടുതൽ താഴ്മയുള്ളവരായിത്തീരും. ഇതിലേതാണ് നമ്മളിൽ സംഭവിക്കുന്നത്? നമ്മൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. വെറുതെ അല്ല ദൈവാത്മാവ് ദൈവത്തിലൂടെ നമുക്ക് പ്രബോധനം നൽകുന്നത്. നമ്മുടെ ഹൃദയം കഠിനപ്പെടാൻ കാരണം എന്താ? അത് സാത്താൻ കഠിനപ്പെടുത്തിയതല്ല. പിന്നെ ആരാ കഠിനപ്പെടുത്തിയേ? ദൈവം തന്നെ നമ്മളെ കൈവിടുക, ദൈവത്തിന് കീഴടങ്ങാതിരിക്കുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്താ? നമുക്കറിയാം, ഏതെന്നിൽ ദൈവം കൊടുത്ത കൽപ്പന ലംഘിച്ചതിൻ്റെ അനന്തരഫലമായിട്ട് എന്താ സംഭവിച്ചേ? എങ്ങനാ മനുഷ്യൻ മുന്നോട്ട് പോയേ? കായിൻ്റെയും ഹാബിലിൻ്റെയും കാലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ചേട്ടൻ അനിയനെ കൊന്നു എന്ന് പറഞ്ഞാൽ ആ താന്ന തലത്തിലേക്ക് വീണ്ടും വീണ്ടും പോയി. അടുത്ത തലത്തിൽ എന്താ സംഭവിച്ചേ? തോന്നുന്നവരെയെല്ലാം ഭാര്യമാരായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്. സാത്താൻ എന്തിനാ വന്നേ? കള്ളൻ എന്തിനാ വരുന്നേ? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ പ്രായോഗിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? എവിടെ നിന്ന് നമ്മളെ മോഷ്ടിക്കുന്നേ? ദൈവിക കൽപ്പനകളിൽ നിന്നാണ്. അങ്ങനെ മോഷ്ടിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അറുക്കുക, മുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? സാത്താൻ്റെ അതേ സ്വരൂപമായിട്ട് നമ്മളെ തീർക്കുക. കയ്പുള്ളവരും വെറുപ്പുള്ളവരും പകയുള്ളവരും വിദ്വേഷമുള്ളവരും അശുദ്ധ ചിന്തകളുള്ളവരുമായിട്ട് നമ്മളെ തീർക്കുക. മടങ്ങി വരാൻ കഴിയാതെ കൊണ്ട് നമ്മളെ നശിപ്പിച്ച് കളയുക. കർത്താവ് വന്നു എന്തിനാ? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ദൈവവഴി നടക്കുമ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാകുന്നു. ആ ജീവൻ്റെ പ്രത്യേകത എന്താ? സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാനതാ പറഞ്ഞു തുടങ്ങി. ഈ സ്നേഹം എന്തു ചെയ്യും? വർദ്ധിക്കാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണം. അപ്പോൾ നമ്മൾ ദൈവവഴി നടക്കുന്നതോറും സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം കൂടുതൽ ആർദ്രമായിക്കൊണ്ടേയിരിക്കും, കൂടുതൽ നുറുങ്ങിയതായിക്കൊണ്ടേയിരിക്കും. അപ്പുറത്തോട്ട് മാറുന്നതോടെ ഹൃദയം കൂടുതൽ കഠിനപ്പെടും. നമ്മൾ ഈ സത്യങ്ങൾ ഗ്രഹിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് ഇല്ലേ? ഞാൻ ചിന്തിക്കാറ്, നമ്മൾ പാട്ട് പാടുമ്പോൾ പോലും ആ കാര്യം ധ്യാനിച്ചല്ല പാടുന്നത്, ആണോ? രണ്ടാമത് നമ്മൾ പാടിയ പാട്ട് ഏതായിരുന്നു? 147 നമ്മൾ പാടി, നിൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നേ, നിൻ മനസ്സലിവിൽ ഞാൻ ചാരുന്നേ. ഇപ്പം കൃപയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചിന്തിച്ച്? നമ്മളതൊക്കെ ചിന്തിച്ചാണോ പാടുന്നത്? അല്ല, നമ്മൾ പുറമേ അങ്ങ് പാടിപ്പോവുക, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ദൈവിക സ്പർശത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. നമ്മൾ ധ്യാനിച്ച് പാടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെ പുറമേ ഉള്ളൊരു ഭക്തിയുടെ വേഷത്തിൽ ജീവിക്കുമ്പം ദൈവത്തിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവം നമ്മൾ ഭക്തിയുടെ ശക്തിയുള്ളവരായി തീരണമെന്നാണ് അന്ത്യകാലത്തിൻ്റെ ലക്ഷണം പറഞ്ഞത്. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയേറ്റ് നമ്മൾ ധ്യാനിച്ച് പാടുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഒത്തിരി മാനസാന്തരം ഉണ്ടാവും. നമ്മുടെ കുറവുകൾ നമുക്ക് കാണാൻ പറ്റും. കർത്താവ്, ഞാനീ പറയുന്നത് യാഥാർത്ഥ്യം തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഏതിലും പ്രിയനെ തപ്പി നടക്കുമോ? എൻ്റെ പ്രിയനെ പോലെ സുന്ദരനായിട്ട് വേറെ ആരും ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കണ്ണുകളിങ്ങനെ അലിഞ്ഞു തിരിയോ വേറെ ആരെയും തപ്പുന്നതിൻ്റെ കാരണം എന്താ? നമ്മളിത് വെറുതെ പാടുന്നതാണ്. പുറമേ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയം വേറെ ഏതോ ഒരു പ്രിയനെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്, അല്ലെ പ്രിയെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അതാ സത്യം. അതാണ് ആണത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞത്. ഭക്തിയുടെ പുറമേ ഒരു വേഷമൊക്കെ ഉണ്ടാവും, ഉള്ളിൽ പാപത്തിൽ മുതിർന്നു വരും. ഉള്ളിൽ ചാട്ടിക്കാരും അനുസരണം കെട്ടവരും കഠിനരും മത്സരിക്കുന്നവരും. അപ്പോൾ ഈ അപകടങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് മാനസാന്തരപ്പെടാം, അല്ലേ? ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരു വഴിയെ യാത്ര ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ ഒരാൾ അവിടെ നിന്നിട്ട് പറഞ്ഞ് മുന്നിൽ വലിയൊരു കുഴി സൂക്ഷിച്ച് പോകണം. ആളോട് നമുക്ക് ഇഷ്ടമാണോ തോന്നുന്നത്, വെറുപ്പാണോ തോന്നുന്നത്? നമ്മുടെ അനുഭവം എങ്ങനെയാ? വെറുപ്പാണ് തോന്നുന്നില്ലേ? ഇത് പറയാം, ഇയാളാരാടാ? ചില മദ്യപന്മാരൊക്കെ അങ്ങനെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട്. റോഡ് മുഴുവൻ വെള്ളമാണ്. ഒരു ബൈക്കിലൊരാൾ പോകുമ്പോൾ ഒരു മദ്യപാൻ തടഞ്ഞു നിർത്തി ഈ പുള്ളിയെ എന്തോ ചീത്തയൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പുള്ളി ബൈക്ക് എടുക്കുമ്പോഴത്തേനും ഈ പുള്ളി ഇങ്ങനെ കാല് വെച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ട് വീണത് കൃത്യ സ്ലാബിൻ്റെ ഇടയിൽ
ഓട്ടയ്ക്കകത്തോട്ടാ. വലിയ വെള്ളം അടി കൂടെ ഒഴുകി പോകുന്ന ആ മലിന വെള്ളം ഇതിനകത്ത് വീണു. കണ്ടവർക്ക് ഓടി ആദ്യം വീണത് അപ്പം ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവർ മുന്നോട്ട് ഓടി. കുറേ അപ്പുറത്തൊരു ഗ്യാപ്പുണ്ട്, അവിടെ ചെന്നിട്ട് അവർ നോക്കുമ്പം പിടുത്തം കിട്ടി. തുണിക്ക് പിടിച്ച് വലിച്ച് പൊക്കിയെടുത്ത് കരയിലിട്ട് വയറിലൊക്കെ ഞെക്കി അഴുക്കുള്ളതൊക്കെ കളയുക. പലപ്പോഴും നമ്മളും ആത്മീയമായിട്ട് അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന ആളോട് നമുക്ക് എന്താ ഒരു വെറുപ്പും വിദ്വേഷമൊക്കെയാണ് തോന്നുന്നത്, അല്ലേ? ശരിയല്ലേ? പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കരുത്, ഗൗരവത്തോടെ എടുത്ത് നമ്മൾ മാനസാന്തരപ്പെടണമെന്നാണ്. അതാ ദൈവത്തിൻ്റെ ഹിതം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.